നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗ് നേതൃത്വത്തോട് സീറ്റ് ആവശ്യപ്പെടില്ലെന്ന് MSF സംസ്ഥാന പ്രസിഡന്റ് PK നവാസ് മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. സീറ്റ് ലഭിക്കുന്നതാണ് ആത്മസംതൃപ്തി എന്ന് കരുതുന്നുമില്ല. ഹരിത വിവാദകാലത്ത് തനിക്ക് മാനസിക പ്രയാസമുണ്ടായി. MSFന്റെ സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്ക് കടന്നുവരാൻ കഴിവുള്ള സ്ത്രീകൾ സംഘടനയിൽ ഉണ്ടെന്നും PK നവാസ് മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. MSF സംസ്ഥാന സമ്മേളനം മലപ്പുറത്ത് നടക്കുന്ന വേളയിലാണ് നവാസിന്റെ ഈ പ്രതികരണം. അതിജീവനം അഭിമാനം എന്ന ക്യാപ്ഷനിൽ MSF അതിന്റെ സംസ്ഥാന സമ്മേളനം നടത്തുകയാണ്. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ യുവാക്കൾക്കൊക്കെ വലിയ പ്രാധാന്യം കൊടുക്കുമെന്ന് മുസ്ലിം ലീഗ് പാർട്ടി പറഞ്ഞതുമാണ്. MSFൽ നിന്നൊക്കെ ആരൊക്കെയാണ് മുസ്ലിം ലീഗ് കണ്ടുവച്ചിട്ടുള്ളത് എന്നൊക്കെ വലിയ ചർച്ചയാണ്. ഇപ്പോൾ സമ്മേളനത്തോടനുബന്ധിച്ച് MSFന്റെ സംസ്ഥാന പ്രസിഡന്റ് PK നവാസ് മാതൃഭൂമി ന്യൂസിനൊപ്പം ചേരുന്നുണ്ട്. ഹരിത വിവാദം ഉൾപ്പെടെ ഉണ്ടായ ഒരു കാലഘട്ടം കൂടെയാണ് കഴിഞ്ഞ് ഈ സമ്മേളനത്തിൽ എത്തി നിൽക്കുന്നത്. എന്ത് തോന്നുന്നു? തിരിഞ്ഞു നോക്കും. സംഘടനയെ സംബന്ധിച്ച് ഒരു പോറലേറ്റില്ല എന്ന് ഉറപ്പിക്കാൻ കഴിഞ്ഞു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. സംഘടനയുടെ ഈ പറയുന്ന 10-78 വർഷകാലത്തെ ചരിത്രത്തിൽ ഏറ്റവും വലിയ വിജയങ്ങൾ സമ്മാനിക്കാൻ കഴിഞ്ഞ ഒരു കാലം. കാലിക്കറ്റ് സർവകലാശാല പോലെ കേരളത്തിലെ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഒരു സർവകലാശാല, അതിൻ്റെ ചെയർപേഴ്സൺ പദവിയിലും ജനറൽ സെക്രട്ടറി പദവിയിലും MSFകാരൻ ഇരിക്കുന്ന അപൂർവമായൊരു നിമിഷമാണ്. കുഹാസിൽ ആരോഗ്യ സർവകലാശാലയിൽ, കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ SFI അല്ലാത്ത ഒരു കൂട്ടരും ഭരിച്ചില്ലാത്തൊരു സർവകലാശാല, ആ രണ്ട് സർവകലാശാലയിലും ഭരണ പങ്കാളിത്തം ഉറപ്പിക്കാൻ കഴിഞ്ഞു എന്ന് പറയുന്ന ഞങ്ങളുടെ സ്വപ്നം സാക്ഷാത്കരിക്കപ്പെട്ട ഒരു കാലം. ജമാഅത്തെ ഇസ്ലാമിയുടെ വിദ്യാർത്ഥി സംഘടനയുമായിട്ടൊക്കെ MSFന് ബന്ധമുണ്ട്. അവരെ കൂട്ടുപിടിച്ചാണ് ക്യാമ്പസുകളിൽ MSF ജയിക്കുന്നത് എന്നൊക്കെ വലിയ രീതിയിലുള്ള ആക്ഷേപം SFI അടക്കം ഉന്നയിച്ചിരുന്നു. എങ്ങനെ ഇതിനെയൊക്കെ കണ്ടു? എങ്ങനെ നേരിട്ടു? കേരളത്തിലെ അവരുടെ രാഷ്ട്രീയ പാർട്ടിയുണ്ട്, വെൽഫെയർ പാർട്ടി, അതിന് വിദ്യാർത്ഥി സംഘടനയുണ്ട്, ഫ്രട്ടേണിറ്റി. ആധികാരികമായി ഞങ്ങൾ പറയുന്നു, ഞങ്ങൾക്ക് ഫ്രട്ടേണിറ്റിയോട് രാഷ്ട്രീയമായി വിയോജിപ്പുണ്ട്. അവർ വർഗീയ സംഘടനയാണെന്ന അഭിപ്രായമൊന്നും ഞങ്ങൾക്കില്ല. രാഷ്ട്രീയമായി വിയോജിപ്പുണ്ട്. അപ്പോൾ രാഷ്ട്രീയമായി വിയോജിപ്പുള്ള ഞങ്ങൾ വേറെ എക്സിസ്റ്റിംഗ് ആയി നിൽക്കുന്നത് അതുകൊണ്ടാണ്. പക്ഷേ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ വിദ്യാർത്ഥി സംഘടനകളല്ലാത്ത മറ്റൊരു സംഘടനകളോടും ഞങ്ങൾ കൈകോർത്തിട്ടില്ല എന്ന് ഞങ്ങൾക്ക് ആത്മാഭിമാനത്തോട് പറയാൻ വേണ്ടി കഴിയും. ഇനി SFI ഇതെന്തിനാണ് ഇങ്ങനെ പറയുന്നതെന്നുള്ളതാണ്. SFIയുടെ പ്രസിഡന്റാണ് ആദ്യമായി ജമാഅത്തെ ഇസ്ലാമി MSF എന്നൊരു ബന്ധമുണ്ട്, നിങ്ങൾ MSFന്റെ പേരിൽ M നോക്കൂ എന്നൊക്കെ പറഞ്ഞത്. MSFന്റെ സംസ്ഥാന പ്രസിഡന്റ് അതിന് മറുപടി പറയുന്നില്ല. SFIയുടെ സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞത് ആന മണ്ടത്തരമാണ് എന്ന് പറഞ്ഞ് തിരുത്തിയത് SFIയുടെ ദേശീയ പ്രസിഡന്റാണ്. യുവാക്കളെ പരിഗണിച്ചുകൊണ്ടുള്ള ഒരു സ്ഥാനാർത്ഥി ലിസ്റ്റ് ആയിരിക്കും വരിക എന്ന് മാധ്യമങ്ങളോടൊക്കെ പറഞ്ഞു കഴിഞ്ഞു. ഇപ്പോൾ MSFലേക്ക് നോക്കുമ്പോൾ PK നവാസ് ഉൾപ്പെടെയുള്ള ആളുകളുണ്ട്. PK നവാസിന്റെ പേരുകൾ പല സ്ഥലങ്ങളിൽ ഉയർന്നു കേൾക്കുന്നുണ്ട്. എങ്ങനെയാണ് PK നവാസ് തവണ മത്സര രംഗത്ത് ഉണ്ടാവുമോ? ഞങ്ങൾ പാർട്ടിക്ക് മുമ്പിൽ ഒരു സീറ്റ് ആവശ്യം ഉന്നയിക്കുന്നേയില്ല. അങ്ങനെ ഉന്നയിക്കാൻ പാടില്ല MSF ഞങ്ങളുടെ വിശ്വാസം. MSF അങ്ങനെ ഒരു നിയമസഭാ സീറ്റ് ആവശ്യപ്പെടേണ്ട സംഘടനയല്ല. അതുകൊണ്ട് അങ്ങനെ ഒരു ഉദ്ദേശവും ഞങ്ങൾക്കില്ല. പിന്നെ പാർട്ടിയെ സംബന്ധിച്ച് പുതിയ മുഖങ്ങൾ വരും, യുവാക്കൾ വരും, തർക്കമൊന്നുമില്ല. അത് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് ഞങ്ങൾ കണ്ടതാണ്. എന്തായാലും മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് ഒരു സുവർണ്ണകാലം, തിരഞ്ഞെടുപ്പിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിലെ ഏറ്റവും മനോഹരമായ കാലത്തേക്ക് ഈ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പോകാൻ കഴിയും എന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വാസം. ഈ ഹരിത വിവാദം നവാസിനെ ഏതെങ്കിലും തരത്തിൽ പ്രതിസന്ധിയിലാക്കുകയോ അതല്ലെങ്കിൽ ഒന്ന് പിന്നോട്ട് പോകുമെന്നൊരു ഭയമൊക്കെ ആ സമയത്തുണ്ടായിരുന്നു എന്നുള്ളതാണ്. അല്ല, പിന്നോട്ട് പോകേണ്ട പഴയൊന്നുമില്ല. സ്വാഭാവികമായ മാനസികമായ പ്രയാസങ്ങളും സങ്കടങ്ങളും മനുഷ്യ സഹജമായി ഉണ്ടായിട്ടുണ്ട്. പക്ഷെ പൂർണ്ണമായ ആത്മവിശ്വാസം ഉണ്ടായിരുന്നു. കാരണം ഈ സംഘടന ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്തമുണ്ട്. ആ ഉത്തരവാദിത്തം നിർവഹിക്കണം, അതിന് മുന്നോട്ട് പോകണം. ഒരു മനുഷ്യനെന്ന രീതിയിൽ, പ്രത്യേകിച്ച് ഒരു വിശ്വാസി എന്ന രീതിയിൽ എൻ്റെ വലയങ്ങൾക്കപ്പുറത്തേക്കൊന്നും വ്യക്തി ജീവിതത്തിൽ ചെയ്തിട്ടില്ല എന്ന ആത്മവിശ്വാസമുള്ള ഒരാളാണ്. മുന്നോട്ട് പോകാനുള്ള കരുത്തെന്ന് പറയുന്നത് ഈ സാദിഖലി തങ്ങളും PMA സലാമൊക്കെ ആയിരുന്നു. പാർട്ടിയുടെ നേതാക്കന്മാരായെങ്കിലും ഒരു വ്യക്തിയുടെയോ ഒരു കൂട്ടം വ്യക്തികളുടെയോ കരുത്തൊന്നല്ല, എല്ലാവരുടെയും കരുത്താണ്. ആ കരുത്ത് എല്ലാവർക്കും എല്ലാ കാലത്തും നൽകിയിട്ടുണ്ട്. പിന്നെ പാർട്ടിക്കകത്ത് ഞങ്ങൾ വിദ്യാർത്ഥികൾക്കിടയിൽ ഉണ്ടാകുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ, ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ, അതൊക്കെ പരിഹരിക്കാൻ പാർട്ടി നേതൃത്വത്തിന് സാധ്യമാകും. ഒരു സംസ്ഥാന സമ്മേളനം വരികയാണ്, എങ്ങനെയാണ് ഇതിൽ സ്ത്രീകളുടെ പങ്കാളിത്തം? രണ്ട് കാര്യം. ഒന്ന്, മുസ്ലിം ലീഗ് എല്ലാ കാലത്തും അത്തരം ആക്ഷേപം നേരിട്ടിട്ടുണ്ടാവും, പൊതുസമ്മതം അങ്ങനെ ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ട എന്ന് പറയുന്നത് പിന്നോക്കം എന്നൊരു സമൂഹം, ആ സമൂഹത്തെ ഉയർത്തിക്കൊണ്ടുവരിക എന്നതാണ്. അതിൽ സ്ത്രീകൾ ഉൾപ്പെടെ മുന്നോട്ട് കൊണ്ടുവരിക എന്നുള്ളതാണ്. അപ്പോൾ അതത് കാലത്ത് ഞങ്ങൾ ആ കാലത്തിന് വെല്ലുവിളികൾ നേരിട്ടിട്ടുണ്ട്. ഇപ്പോൾ 1948 ഞങ്ങൾ പാർട്ടി ഉണ്ടാക്കുമ്പോൾ മുസ്ലിം സമുദായത്തിലെ സ്ത്രീകളെ ഉയർത്തിക്കൊണ്ടുവരിക എന്നുള്ളതല്ല, ഒരു പതിതമായ ഒരു സമൂഹത്തെ ഉയർത്തിക്കൊണ്ടുവരിക എന്നുള്ളതാണ്. അത് 70കളിലേക്ക് 80കളിലേക്ക് എത്തുമ്പോൾ ഞങ്ങളുടെ അജണ്ട മറ്റൊന്നായിരുന്നു. ഇപ്പോൾ കാലം പുതിയ ആവശ്യങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. ആ ഉന്നയിക്കുന്ന ആവശ്യങ്ങളോട് കാലം ആവശ്യപ്പെടുന്നതിനേക്കാൾ മനോഹരമായി പ്രതികരിക്കാൻ പാർട്ടിക്ക് സാധ്യമായി. ഇപ്പോൾ ഞങ്ങളുടെ സംസ്ഥാന കമ്മിറ്റിയിൽ ഞങ്ങൾ വന്ന ശേഷം അഡീഷണലായി 3 സംസ്ഥാന ഭാരവാഹികളെ ഞങ്ങൾ എടുത്തു. സംസ്ഥാന വർക്കിംഗ് കമ്മിറ്റിയിൽ ഞങ്ങൾ വരുന്ന സമയത്ത് 2 അംഗങ്ങളാണുള്ളത്. ഇപ്പോൾ ഞങ്ങൾ സംസ്ഥാന വർക്കിംഗ് കമ്മിറ്റിയിൽ ഏകദേശം 10-11 അംഗങ്ങൾ പെൺകുട്ടികളുണ്ട്. ഞങ്ങളുടെ യൂണിവേഴ്സിറ്റി യൂണിയൻ ചെയർപേഴ്സണായി ഞങ്ങൾക്ക് അവസരം കിട്ടിയപ്പോൾ ആദ്യം മത്സരിപ്പിച്ചത്, ഞങ്ങൾക്ക് ഒറ്റയ്ക്ക് ജയിക്കാൻ കഴിയുമെന്ന ഘട്ടം ഉണ്ടായപ്പോഴും ഞങ്ങൾ മത്സരിപ്പിച്ച ഒരു പെൺകുട്ടിയാണ്. സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്കൊക്കെ ഒരു സ്ത്രീ വരുന്ന കാലം വിദൂരമാണോ അതോ ഉടനെ ഉണ്ടാവും? എന്താ അതിനൊക്കെ തോന്നുന്നത്? തീർച്ചയായും സംസ്ഥാന MSFന്റെ പ്രസിഡന്റ് പദവിയിലേക്ക് ഒരു പെൺകുട്ടി വരുന്നതിൽ ഒരു കുഴപ്പമില്ലല്ലോ. അതിന് മാത്രം കഴിവും കപ്പാസിറ്റിയുള്ള ആളുകളൊക്കെ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട്.
അതിൽ ആൺകുട്ടികളുണ്ട്, പെൺകുട്ടികളുണ്ട്. ക്യാമറമാൻ അനീഷ് തോട്ടക്കാടിനൊപ്പം ഇംതിയാസ് കരീം, മാതൃഭൂമി ന്യൂസ്, മലപ്പുറം.